PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് വരുന്നത്. അപ്പോൾ 6 ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്ന് ഞാനൊന്ന് പറയാം. തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഒരുപാട് പേര് പുതിയതായിട്ട് വന്നിട്ടുള്ളവരുണ്ട്. അപ്പോൾ ആദ്യം മുതലേ ഫോളോ ചെയ്ത് വരുന്നവർക്ക് കൃത്യമായിട്ട് ഏത് സമയത്താണെന്നൊക്കെ അറിയാം. പുതുതായിട്ട് ജോയിൻ ചെയ്തവർക്ക് വേണ്ടിയിട്ട് പറയാം. ആദ്യത്തെ ക്ലാസ് 6 മണിക്കാണ്, കാലത്ത് 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. ദെൻ അടുത്തത് 9 മണിക്കാണ്. അത് കഴിഞ്ഞിട്ട് 12 മണിക്ക് അടുത്ത ക്ലാസ് വരും. ദെൻ അത് കഴിഞ്ഞ് 3 മണിക്ക് അടുത്ത ക്ലാസ് വരും. ഓക്കെ, ഇത്രയും ക്ലാസ് എന്ന് പറയുന്നത് ഇത് റെക്കോർഡഡ് ക്ലാസ് ആണ്. ഇതിൽ GK പോർഷൻസും മാത്സും ഇംഗ്ലീഷും എല്ലാം കവർ ചെയ്യും. ദെൻ അത് കഴിഞ്ഞ് രാത്രി 8 മണിക്ക് PYQ ഡിസ്കഷൻ ആണ് വരുന്നത്. ദെൻ രാത്രി 10:30 എക്സ്പെക്റ്റഡ് CA കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ആണ്. ഇത് രണ്ടും നമുക്ക് ലൈവ് ക്ലാസ് ആണ് വരുന്നത്. അപ്പോൾ 2 ലൈവ് ക്ലാസ്സും 4 റെക്കോർഡഡ് ക്ലാസ്സും, ഇങ്ങനെ ടോട്ടൽ 6 ക്ലാസ് ആണ് നിങ്ങൾക്ക് ഒരു ദിവസം ലഭിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക. നമ്മുടെ ക്ലാസ് ഒക്കെ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റ് ആയിട്ട് അറിയിക്കാം. ഇഷ്ടപ്പെട്ടു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ക്ലാസ് കേൾക്കാനിരിക്കുമ്പോൾ എപ്പോഴും നോട്ട്സ് തയ്യാറാക്കിയിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. നോട്ട്ബുക്ക് കയ്യിൽ വേണം, പഠിക്കുക, നോട്ട്സ് തയ്യാറാക്കുക. ഓക്കെ, പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ മസ്റ്റായിട്ടും ജോയിൻ ചെയ്യണം. കാരണം നിങ്ങൾക്ക് ഓരോ ദിവസവും നൽകുന്ന ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്നുള്ളതിൻ്റെ ഇൻസ്ട്രക്ഷൻസും പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതിൻ്റെ PDF-ഉം കാര്യങ്ങളൊക്കെ നമ്മൾ ടെലഗ്രാം വഴിയാണ് കൊടുക്കുന്നത്. സോ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. ഇന്ന് നമ്മൾ മാത്സിലെ റീസണിങ്ങിൽ വരുന്ന ബ്ലഡ് റിലേഷൻ എന്ന് പറയുന്ന ഭാഗമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വളരെ എളുപ്പമുള്ളൊരു ടോപ്പിക്കാണ്, പക്ഷേ എല്ലാവരും ജസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചിട്ട് കൺഫ്യൂസ് ആയിട്ട് തെറ്റിക്കുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ അതങ്ങനെ നമുക്ക് തെറ്റിക്കാതെ വളരെ എളുപ്പത്തിൽ ആൻസർ ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കാം. സുരേഷിൻ്റെ അച്ഛൻ വിജയൻ ഗോപാലൻ്റെ മകനാണ്. വിജയൻ്റെ മക്കളാണ് സുരേഷും സുരഭിയും. എങ്കിൽ ഗോപാലനും സുരഭിയും തമ്മിലുള്ള ബന്ധം എന്ത്? അല്ലേ, ഒരു തവണ നമുക്ക് ഇങ്ങനെ വായിക്കുമ്പോൾ ഒന്നും കൃത്യമായിട്ടൊന്നും കിട്ടില്ല. മൊത്തത്തിൽ വായിച്ചാൽ നമ്മൾ അതിനെ പാർട്ടാക്കിയിട്ട് വായിച്ചു നോക്കുക. എന്നിട്ട് കറക്റ്റായിട്ട് നമുക്കിപ്പോൾ ജനറേഷൻ വെച്ചിട്ട് വരച്ച് നോക്കാം. അതായത് ഇപ്പോൾ ഞാനാണ് മകൾ, എൻ്റെ അച്ഛൻ എന്ന് പറയുമ്പോൾ എൻ്റെ തൊട്ട് മുന്നിലുള്ള ജനറേഷനാണ്. അങ്ങനെ നമുക്ക് വരച്ചിട്ട് നോക്കാം. അപ്പോൾ സുരേഷിൻ്റെ അച്ഛൻ വിജയൻ എന്ന് പറയുമ്പോൾ സുരേഷിൻ്റെ അച്ഛനാണ് വിജയൻ എന്നാണ്, അല്ലേ? അപ്പോൾ ഇവിടെ സുരേഷ് ഉണ്ട്. സുരേഷിന്റെ അച്ഛനാണ് വിജയൻ എന്ന് പറയുമ്പോൾ എന്താണ്? സുരേഷിന്റെ തൊട്ട് മുൻപേ ഉള്ള ആളാണ്, അല്ലെ? തൊട്ട് മുന്നത്തെ ജനറേഷനാണ്. അപ്പൊ സുരേഷിന്റെ അച്ഛൻ മുകളിൽ വന്നു. ആരാണ്? വിജയനാണ്. സുരേഷിന്റെ അച്ഛൻ വിജയൻ ഗോപാലന്റെ മകനാണ് എന്ന് പറയുമ്പോൾ എന്താണ്? വിജയൻ ഗോപാലന്റെ മകൻ എന്ന് പറയുമ്പോൾ എന്താണ്? വിജയന്റെ അച്ഛനാണ് ഗോപാലൻ, അല്ലേ? അപ്പോൾ വിജയന്റെ അച്ഛൻ എന്ന് പറയുമ്പോൾ മുകളിലുള്ള ജനറേഷൻ അല്ലേ? അപ്പൊ കറക്റ്റായോ നോക്കൂ. സുരേഷിന്റെ അച്ഛനാണ് വിജയൻ, വിജയൻ ഗോപാലന്റെ മകനാണ്. ഗോപാലന്റെ മകനാണ് വിജയൻ. കറക്റ്റായില്ലേ? സുരേഷിന്റെ അച്ഛൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം സുരേഷിനെ എഴുതി. സുരേഷിന്റെ അച്ഛൻ എന്ന് പറയുമ്പോൾ തൊട്ട് മുന്നേയുള്ള ജനറേഷനാണ്, അല്ലേ? അപ്പോൾ സുരേഷിന്റെ അച്ഛൻ എന്നുള്ളത് നമ്മൾ മുകളിൽ എഴുതി. വിജയൻ സുരേഷിന്റെ അച്ഛനാണ്. അദ്ദേഹം ഗോപാലന്റെ മകനാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിജയന്റെ അച്ഛനാണ് ഗോപാലൻ, അല്ലേ? അപ്പോൾ നമ്മൾ മുകളിലത്തെ ജനറേഷനാണ്. അപ്പോൾ ഗോപാലൻ എന്നുള്ളത് മുകളിൽ എഴുതി. ഓക്കെ ആയി. ഇനി എന്താണ്? വിജയന്റെ മക്കളാണ് സുരേഷും സുരഭിയും. വിജയൻ എവിടെയാ നോക്കാം. വിജയന്റെ മക്കളാണ് സുരേഷും സുരഭിയും. സുരേഷ് ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. സുരഭിയും മക്കളാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സുരേഷും സുരഭിയും മക്കളാണെന്ന് പറഞ്ഞാൽ സുരേഷും സുരഭിയും എങ്ങനെയാണ്? ബ്രദർ ആൻഡ് സിസ്റ്റർ ആണ്, അല്ലേ? അപ്പൊ സഹോദരങ്ങളാണ്. ഇവിടെ സഹോദരങ്ങളാണ്. ആരാണ്? സുരഭി, അല്ലേ? സുരേഷും സുരഭിയും വിജയന്റെ മക്കളാണ്. അപ്പൊ സുരേഷും സുരഭിയും സഹോദരങ്ങളാണ് എന്നുള്ളത് മനസ്സിലായി. വിജയന്റെ മക്കളാണ് എന്നുള്ളതും നമ്മൾ എഴുതി. ഇനി എന്താണ് ചോദിച്ചു വെക്കുന്നത്? എങ്കിൽ ഗോപാലനും സുരഭിയും തമ്മിലുള്ള ബന്ധം എന്ത്? ഗോപാലൻ എവിടെ? ഗോപാലനും സുരഭിയും തമ്മിലുള്ള ബന്ധമാണ് ചോദിച്ചിരിക്കുന്നത്. ഗോപാലനും സുരഭിയും തമ്മിലുള്ള ബന്ധം എന്താണ്? ഗോപാലന്റെ മകനാണ് വിജയൻ, വിജയന്റെ മകളാണ് സുരഭി, അല്ലേ? അപ്പോൾ ഗോപാലന്റെ മകന്റെ മകൾ എന്ന് പറയുന്നത് ആരാണ്? ഓപ്ഷനിൽ തന്നിട്ടുള്ളത് നോക്കാം. മകളാണോ? അല്ല. മരുമകളാണോ? അല്ല. ഭാര്യയാണോ? അല്ല. പൗത്രി, അല്ലേ? പൗത്രിയാണ് ആൻസർ. എന്താണ്? ഗോപാലന്റെ മകന്റെ മകളാണ് സുരഭി. ഗോപാലനും സുരഭിയും തമ്മിലുള്ള റിലേഷനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഗോപാലന്റെ മകനാണ് വിജയൻ, വിജയന്റെ മകളാണ് സുരഭി. അപ്പൊ ഗോപാലന്റെ മകന്റെ മകളാണ്, അല്ലേ? അപ്പൊ മകന്റെ മകൾ എന്ന് പറയുമ്പോൾ എന്താണ് വരിക? പൗത്രി ആയിരിക്കും ആൻസർ വരിക. പൗത്രിയാണ് ആൻസർ. എളുപ്പമാണ്, നമ്മൾ
ഒന്ന് ജസ്റ്റ് നിർത്തി വായിച്ചിട്ട് അതൊന്ന് കറക്റ്റായിട്ട് നമുക്ക് എന്താണോ പറഞ്ഞിരിക്കുന്നത് അതൊന്ന് ജസ്റ്റ് എഴുതിയിട്ട് ജനറേഷൻ വെച്ചിട്ട്, ഇപ്പോൾ മകളാണ് മകൻ, അച്ഛൻ എന്ന് പറയുമ്പോൾ തൊട്ട് മുകളിലുള്ള ജനറേഷൻ, അവരുടെ അച്ഛൻ എന്ന് പറയുമ്പോൾ തൊട്ട് മുകളിലുള്ളത്. സിസ്റ്ററൊക്കെ ആണെങ്കിൽ നമ്മൾ ഒപ്പം എഴുതാം. ഇപ്പോൾ സഹോദരങ്ങളാകുമ്പോൾ ഒരുമിച്ച് ഒരേ ലൈനിൽ വരുന്ന ജനറേഷനാണ്, അപ്പോൾ സഹോദരങ്ങൾ അങ്ങനെ എഴുതാം. ഇനി ഭാര്യയും ഭർത്താവും ആണെങ്കിൽ ഒപ്പം ചേർത്ത് എഴുതാം, പ്ലസ് ഇട്ടിട്ട് ചേർത്ത് എഴുതാം. അങ്ങനെ എന്തെങ്കിലും ഒരു കോഡ് വെച്ചിട്ടൊക്കെ പഠിക്കുന്നവരുണ്ട്. നമുക്കിങ്ങനെ ജസ്റ്റ് ആലോചിച്ചാൽ തന്നെ കിട്ടും. നമ്മളിങ്ങനെ എന്താണ് കോഡും ഇങ്ങനെ ചിഹ്നങ്ങളൊന്നും ഇട്ട് പഠിച്ചിട്ട് കൺഫ്യൂസ് ആവേണ്ട കാര്യമില്ല. ജസ്റ്റ് എഴുതി നോക്കുക. സുരേഷാണ്, സുരേഷിൻ്റെ അച്ഛൻ എന്ന് പറയുമ്പോൾ നമ്മൾ തൊട്ട് മുകളിൽ എഴുതി അച്ഛൻ, അവരുടെ അച്ഛൻ എന്ന് പറയുമ്പോൾ തൊട്ട് മുകളിൽ എഴുതി മക്കൾ, അത് സുരേഷിൻ്റെ പെങ്ങളായിട്ട് വരും അല്ലേ, ഇവർ രണ്ടുപേരും മക്കളാണെന്ന് പറഞ്ഞപ്പോൾ അപ്പം ചേർത്ത് എഴുതി. അപ്പോൾ ഈ രീതിയിലൊന്ന് എഴുതി ചെയ്യുവാണെങ്കിൽ ഈസി ആയിട്ട് കിട്ടാനുള്ളതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കാം. അടുത്ത ചോദ്യം നോക്കാം. എൻ്റെ അച്ഛൻ്റെ സഹോദരിയുടെ മകൻ്റെ മകൾ എൻ്റെ ആരാണ്? എന്താണ് ചോദ്യം? എൻ്റെ അച്ഛൻ്റെ സഹോദരിയുടെ മകൻ്റെ മകൾ എൻ്റെ ആരാണ് അല്ലേ? ഇങ്ങനെ ജസ്റ്റ് വായിച്ചാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ നോക്കാം. എൻ്റെ അച്ഛൻ്റെ എന്ന് പറയുമ്പോൾ എൻ്റെ എന്ന് പറയുമ്പോൾ നമ്മളാണ് അല്ലേ? അപ്പം ഞാൻ എന്നുള്ളത് എടുക്കാം. ഞാൻ, എൻ്റെ എന്ന് പറയുമ്പോൾ എന്താണ്? ഞാനാണ്. എൻ്റെ അച്ഛൻ്റെ, അച്ഛൻ എന്ന് പറയുമ്പോൾ നമ്മുടെ തൊട്ട് മുമ്പുള്ള ജനറേഷൻ അല്ലേ? അപ്പോൾ ഇവിടെ അച്ഛൻ എഴുതി. എൻ്റെ അച്ഛനാണ്. എൻ്റെ അച്ഛൻ്റെ സഹോദരിയുടെ എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ സഹോദരി എന്ന് പറയുമ്പോൾ എന്താണ്? അവർ സെയിം ജനറേഷനിലല്ലേ വരുന്നത്. എൻ്റെ അച്ഛൻ എന്ന് പറയുമ്പോൾ എൻ്റെ തൊട്ട് മുന്നേ ഉള്ള ആളാണ്. അച്ഛൻ്റെ സഹോദരി എന്ന് പറയുമ്പോൾ എന്താണ്? സഹോദരി സഹോദരങ്ങൾ എന്ന് പറയുമ്പോൾ സെയിം ജനറേഷനാണ്. അപ്പോൾ ഇവിടെ സഹോദരങ്ങളാണ് അല്ലേ? സഹോദരങ്ങളാണ്. അച്ഛൻ്റെ സഹോദരി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എൻ്റെ അച്ഛൻ അച്ഛൻ്റെ സഹോദരിയുടെ മകൻ്റെ മകൾ, സഹോദരിയുടെ മകൻ്റെ എന്ന് പറയുമ്പോൾ സഹോദരിയുടെ മകൻ എന്ന് പറയുന്നത് എൻ്റെ സെയിം ജനറേഷനാണ് അല്ലേ? അച്ഛൻ്റെ മോളാണ് ഞാൻ. അച്ഛൻ്റെ സഹോദരിയുടെ മകൻ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ അതേ ജനറേഷൻ, എൻ്റെ അതേ ജനറേഷനാണ്. അപ്പോൾ ഞാൻ എന്നുള്ളതിൻ്റെ സെയിം ജനറേഷനാണ് ഇവിടെ മകൻ എന്ന് പറയുന്നത്. സഹോദരിയുടെ മകൻ, മകൻ്റെ മകൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സഹോദരിയുടെ മകൻ്റെ മകൾ എന്ന് പറയുമ്പോൾ അടുത്ത ജനറേഷനായി അല്ലേ? മകൻ്റെ മകൾ എന്ന് പറയുമ്പോഴേക്കും അടുത്ത ജനറേഷനായി. അപ്പോൾ എൻ്റെ അച്ഛൻ, അച്ഛൻ്റെ സഹോദരി, സഹോദരിയുടെ മകൻ എന്ന് പറയുമ്പോൾ സെയിം എൻ്റെ ജനറേഷനായി. മകൻ്റെ മകൾ എന്ന് പറയുമ്പോഴേക്കും അടുത്ത ജനറേഷനായി. ഓക്കെ, അപ്പോൾ മകൾ എന്ന് പറയുന്നത് എൻ്റെ ആരാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ഞാനാണ് അല്ലേ? എൻ്റെ ആരാണ്, മകൾ എന്ന് പറയുന്നത് എൻ്റെ ആരാണ്. എൻ്റെ അച്ഛൻ്റെ സഹോദരിയുടെ മകൻ്റെ മകൾ എൻ്റെ ആരാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ എന്താണ്? എൻ്റെ ആരാണ്? എൻ്റെ അച്ഛൻ്റെ സഹോദരി എന്ന് പറഞ്ഞാൽ ആരാണ്? അച്ഛൻ്റെ പെങ്ങൾ എന്ന് പറഞ്ഞാൽ ആൻറ്റി അല്ലേ? ആൻറ്റിയുടെ മകൻ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ കസിനാണ്. എൻ്റെ കസിനാണ് വരുന്നത്. കസിൻ്റെ മകൾ എന്ന് പറയുന്നത് ആരാണ്? ഓപ്ഷൻസ് നോക്കുക. മകളാണ്, സഹോദരി, ചിറ്റപ്പൻ, അനന്തരവൾ എന്ന് തന്നിട്ട് കസിൻ്റെ മകൾ എന്ന് പറയുമ്പോൾ എന്താണ് ഉത്തരം? അനന്തരവളാണ് വരിക. ഓക്കെ, ആൻസർ എന്താണ്? അനന്തരവൾ. കസിൻ്റെ മകളാണ് അല്ലേ? അപ്പോൾ അനന്തരവളാണ് ആൻസർ ആയിട്ട് വരിക. എളുപ്പമാണ്, ഒന്ന് ജസ്റ്റ് ആലോചിച്ചാൽ കിട്ടും. ഇവിടെ നോക്കാം. എയും ബിയും യഥാക്രമം സഹോദരനും സഹോദരിയുമാണ്. എയുടെ മകൻ ഡിയുടെ സഹോദരനാണ്. എങ്കിൽ ബിയും ഡിയും തമ്മിലുള്ള ബന്ധം എന്ത്? ഇതാണ് ചോദ്യം. നമുക്ക് എഴുതി നോക്കാം. എയും ബിയും യഥാക്രമം സഹോദരനും സഹോദരിയുമാണ്. എയും ബിയും എന്താണ്? സഹോദരനും സഹോദരിയുമാണ്. അപ്പം എന്താണ്? സെയിം ജനറേഷനാണ് അല്ലേ? അപ്പോൾ എയും ബിയും സഹോദരനും സഹോദരിയുമാണ് ആണല്ലോ. എയും ബിയും സഹോദരനും, എ സഹോദരൻ, ഇത് സഹോദരി, അങ്ങനെ എടുക്കാം. എയും ബിയും സഹോദരനും സഹോദരിയുമാണ്. ഓക്കെ, സഹോദരനും സഹോദരിയുമാണ്. എയുടെ മകൻ ഡിയുടെ സഹോദരനാണ്. എയുടെ മകൻ എന്ന് പറയുമ്പോൾ തൊട്ട് താഴെയുള്ള ജനറേഷനാണ് അല്ലേ? അപ്പം എയുടെ മകൻ ഡിയുടെ സഹോദരനാണ്. അപ്പം ഇവിടെ ഡി ഉണ്ട്. ഡിയുടെ സഹോദരനാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എയുടെ മകൻ ഡിയുടെ സഹോദരനാണെന്ന് പറഞ്ഞാൽ ഡിയും ഈ മകനും എന്താണ്? സഹോദരങ്ങളാണ് അല്ലേ? അപ്പം ഇവിടെ സഹോദരനാണ്, ഡിയുടെ സഹോദരനാണ്. എങ്കിൽ ബിയും ഡിയും തമ്മിലുള്ള ബന്ധം എന്ത്? ബിയും ഡിയും തമ്മിലുള്ള ബന്ധമാണ് നമുക്ക് കണ്ടെത്തുന്നത്. ബിയും ഡിയും തമ്മിലുള്ള ബന്ധം എന്താണ്? എയും ബിയും സഹോദരന്മാരാണ്. എയുടെ മകൻ ഡിയുടെ സഹോദരനാണെന്ന് പറഞ്ഞാൽ മകനും ഡിയും സഹോദരങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഈ ഡിയുടെ അച്ഛനാണല്ലോ എ, ആണല്ലോ എ. ഡിയും മകനും എന്താണ്? സഹോദരങ്ങളാണെന്ന് പറഞ്ഞാൽ ഡിയുടെ അച്ഛനും ആര് തന്നെയാണ്? ഈ മകൻ്റെയും ഡിയുടെയും അച്ഛൻ എ തന്നെയാണ്. അപ്പോൾ ഡിയുടെ അച്ഛനാണ് എ,
എയുടെ സഹോദരിയാണ് ബി അല്ലേ. അപ്പോൾ ഡിയുടെ അച്ഛൻ്റെ സഹോദരിയാണ് ബി. അച്ഛൻ്റെ സഹോദരി, അച്ഛൻ്റെ പെങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ആൻറ്റിയാണ് അല്ലേ. അപ്പോൾ ഓപ്ഷനിൽ ഉണ്ടോ നോക്കാം. അമ്മൂമ്മ, അമ്മ, അമ്മായി, സഹോദരൻ. സഹോദരനും അമ്മയും അമ്മൂമ്മയും എന്നല്ല, അമ്മായി അല്ലേ. ആൻറ്റി എന്ന് പറയുമ്പോൾ അമ്മായി. അപ്പോൾ അമ്മായിയാണ് ആൻസർ. എങ്ങനെയാണ് ചെയ്തത്? ആദ്യം നോക്കുക, എയും ബിയും യഥാക്രമം സഹോദരനും സഹോദരിയുമാണ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്താണ്? സെയിം ജനറേഷനാണ് അല്ലേ. അപ്പോൾ സഹോദരനും സഹോദരിയും സെയിം ജനറേഷനാണ്. അപ്പോൾ നമ്മൾ ഒപ്പം എഴുതി എ ബി സഹോദരൻ സഹോദരി. ഇനി എയുടെ മകൻ എന്ന് പറയുമ്പോൾ തൊട്ട് താഴെയുള്ള ജനറേഷനാണ്. അപ്പോൾ എയുടെ മകൻ താഴോട്ട് എഴുതി. മകൻ ഡിയുടെ സഹോദരനാണെന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ മകനും ഡിയും സഹോദരങ്ങളാണ്. എയുടെ മക്കളാണ് മകൻ എന്ന് പറഞ്ഞതും ഡിയും ആര് തന്നെയാണ്? എയുടെ മകൻ തന്നെയാണ്. അപ്പോൾ ഡി എന്ന് പറയുന്നത് ബിയുടെ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഡിയുടെ അച്ഛൻ്റെ പെങ്ങളല്ലേ. ഡിയുടെ അച്ഛൻ എന്ന് പറയുന്നത് എ ആണ്, എയുടെ പെങ്ങളാണ് ബി എന്ന് പറയുന്നത്. അപ്പോൾ ഡിയുടെ അച്ഛൻ്റെ പെങ്ങൾ എന്ന് പറയുമ്പോൾ ആരാണ്? അമ്മായിയാണ് ആൻസർ ആയിട്ട് വരിക. ഇവിടെ നോക്കാം, ഇയുടെ മകളാണ് സി, സിയുടെ ഭർത്താവ് ബിയും അച്ഛൻ ഇയും ആണ്. എയുടെ അച്ഛൻ ബി, സിയുടെ മകൾ ഡിയും ആയാൽ ഇയും എയും തമ്മിലുള്ള ബന്ധം എന്ത്? ഓക്കെ, ഇവിടെ നോക്കാം, ഇയുടെ മകളാണ് സി അല്ലേ. ഇയുടെ മകളാണ് സി എന്ന് പറയുമ്പോൾ നമ്മൾ ജനറേഷൻ വരച്ച് നോക്കുക. ഇ ഉണ്ട്, ഇയുടെ മകൾ എന്ന് പറയുമ്പോൾ തൊട്ടടുത്തുള്ള ജനറേഷൻ. ഇയുടെ മകളാണ് സി, സിയുടെ ഭർത്താവ് ബി. സിയുടെ ഭർത്താവ് എന്ന് പറയുമ്പോൾ പ്ലസ് ഇട്ടിട്ട് കാണിക്കാം നമുക്ക്. സിയുടെ ഭർത്താവാണ് ബി. ഇവിടെ ഭർത്താവാണ്, സിയുടെ ഭർത്താവ് ബി, അച്ഛൻ ഇയും. സിയുടെ ഭർത്താവ് ബിയും അച്ഛൻ ഇയുമാണ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ അച്ഛനാണ് എന്നുള്ളത് മനസ്സിലായി നമുക്ക് അല്ലേ. സിയുടെ ഭർത്താവ് ബിയും അച്ഛൻ ഇയും എന്ന് പറഞ്ഞു. ഇയുടെ മകളാണെന്ന് പറഞ്ഞു, പക്ഷെ ഇവിടെ അച്ഛനാണോ അമ്മയാണോ എന്ന് പറഞ്ഞില്ല. അതിനുശേഷം പറഞ്ഞു സിയുടെ ഭർത്താവാണ് ബി, അച്ഛൻ ഇയും എന്ന് പറഞ്ഞു. അപ്പോൾ ഇ എന്ന് പറയുന്നത് അച്ഛനാണ് എന്നുള്ളത് മനസ്സിലായി. ഇനി എയുടെ അച്ഛൻ ബി, എയുടെ അച്ഛനാണ് ബി എന്ന് പറയുമ്പോൾ ബിയുടെ മോനോ മോളോ ആണ് എ എന്ന് പറയുന്നത് അല്ലേ. എയുടെ അച്ഛൻ എന്ന് പറയുമ്പോൾ തൊട്ട് മുന്നേയുള്ള ജനറേഷനാണ് വരുന്നത്. അപ്പോൾ എയുടെ അച്ഛൻ ബി എന്ന് പറഞ്ഞു. അപ്പോൾ എ എന്ന് പറയുന്നത് ബിയുടെ മകനോ മകളോ ആണ്. അപ്പോൾ എയുടെ അച്ഛൻ ബി, സിയുടെ മകൾ ഡി, സിയുടെ മകൾ ഡി. ഓക്കെ, സിയുടെ മകൾ എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത ജനറേഷനാണ്. അപ്പോൾ സിയുടെ മകൾ ഡി ആണ്. ആയാൽ ഇയും എയും തമ്മിലുള്ള ബന്ധം എന്ത്? ഇയും എയും തമ്മിലുള്ള ബന്ധമാണ് ചോദിച്ചിരിക്കുന്നത്. ഇയും എയും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇയുടെ മകളുടെ അല്ലേ, ഇയുടെ മകളുടെ മകളാണ്. അപ്പം എന്താണ് വരിക? ഇയുടെ മകളുടെ മകൾ എന്ന് പറയുമ്പോൾ എയുടെ ആരാണ് ഇ എന്ന് പറയുന്നത്? മുത്തശ്ശനല്ലേ അല്ലേ. അമ്മയുടെ അച്ഛനാണ് വരുന്നത്. അപ്പോൾ എന്താണ് ഉത്തരം വരിക? മുത്തശ്ശനാണ് ഉത്തരം വരിക, മുത്തച്ഛൻ. ഓക്കെ, ഒന്നുകൂടെ പറയാം, ഇയുടെ മകളാണ് സി അല്ലേ. ഇയുടെ മകളാണ് സി എന്ന് തന്നിട്ടുണ്ട്. നമ്മൾ തൊട്ട് താഴെയുള്ള ജനറേഷനാണെന്ന് എഴുതി കാണിച്ചു. ഇയുടെ മകളാണ് സി, സിയുടെ ഭർത്താവ് ബി ആണെന്ന് കാണിച്ചപ്പോൾ എന്താണ്? സിയുടെ ഭർത്താവ് എന്ന് പറയുമ്പോൾ സെയിം. അപ്പം നമ്മൾ പ്ലസ് ഇട്ടിട്ട് കാണിച്ചു. ഭർത്താവാണ് ബി. ഇനി എന്താണ് പറഞ്ഞത്? ബിയും അച്ഛൻ ഇയും എന്ന് പറഞ്ഞു. അപ്പോൾ സിയുടെ അച്ഛനാണ് ഇ എന്നുള്ളത് തന്നു. നമുക്ക് ആണാണ് അല്ലെങ്കിൽ അച്ഛനാണ് എന്നുള്ളത് തന്നിട്ടുണ്ട്. ഇനി എയുടെ അച്ഛൻ ബി, എയുടെ അച്ഛൻ എന്ന് പറയുമ്പോൾ ബിയുടെ മകളോ അല്ലെങ്കിൽ മകനോ ആണ് എ എന്നുള്ളത് തന്നിട്ടുണ്ട്. സിയുടെ മകൾ ഡി, സിയുടെ മകൾ എന്ന് പറയുമ്പോൾ തൊട്ട് താഴെയുള്ള ജനറേഷനാണ്. സിയുടെ മകൾ ഡി എന്ന് തന്നിട്ടുണ്ട്. ആയാൽ ഇയും എയും തമ്മിലുള്ള ബന്ധം, ഇയും എയും തമ്മിലെന്ന് പറയുമ്പോൾ ഇയുടെ മകളുടെ മകളാണ് അല്ലേ. അപ്പോൾ എയുടെ അമ്മയുടെ അച്ഛനാണ്. അമ്മയുടെ അച്ഛൻ എന്ന് പറയുമ്പോൾ എന്താണ്? മുത്തശ്ശനല്ലേ. അപ്പോൾ മുത്തശ്ശനാണ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻസ് നോക്കിയിട്ട് നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് പറ്റും. ഇതൊന്ന് ഇങ്ങനെ കുറേ നോക്കുമ്പോൾ നമുക്ക് ലെങ്തിയാണ്, കൺഫ്യൂസിങ് ആവും തോന്നും. പക്ഷേ ഇതുപോലെ ഒന്ന് വരച്ച് എഴുതി നോക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. റീസണിങ്ങിൽ നിന്നുള്ള മാർക്ക് എന്തായാലും നഷ്ടപ്പെടുത്താൻ പാടില്ല. ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് എന്തായാലും മാർക്ക് കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.